റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ആന്റണി രാജുവിനെതിരായ തൊണ്ടിമുതൽ കേസിന് പിന്നാലെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്ന് തിരിച്ചെടുക്കാൻ CPIM. എന്നാൽ സീറ്റ് തിരിച്ചെടുക്കരുതെന്ന് ആന്റണി രാജു നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള മികച്ച സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാൻ കഴിയുമെന്നാണ് അവകാശവാദം. തൊണ്ടിമുതൽ കേസിലെ വിധിക്കെതിരെ മേൽക്കോടതിയുടെ സ്റ്റേ ലഭിച്ചതിന് ശേഷം മുന്നണി അനുവദിച്ചാൽ മത്സരിക്കാനുള്ള ആഗ്രഹവും ആന്റണി രാജുവിനുണ്ട്. ആന്റണി രാജുവിനെതിരായ കേസ് ആയുധമാക്കി തിരുവനന്തപുരം സെൻട്രൽ തിരിച്ചുപിടിക്കാനാണ് UDFന്റെ നീക്കം. PS ശിവകുമാറും K ശബരിനാഥനുമാണ് സാധ്യതാ പട്ടികയിലുള്ളത്. തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ നേട്ടമുണ്ടാക്കാൻ BJPയും ശ്രമം തുടങ്ങി. കരമന ജയനും കൃഷ്ണകുമാർ ജിക്കുമാണ് പരിഗണന. റഹീസ് റഷീദും റോഷിപാലും ചേരുന്നു. ആദ്യം റഹീസിലേക്ക്. റഹീസ്, തിരുവനന്തപുരം സെൻട്രൽ ലത്തീൻ സഭയുടെ വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ ആന്റണി രാജു ഇപ്പോൾ കേസിലകപ്പെട്ടതിനെ തുടർന്ന് അയോഗ്യനാക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും ആ സീറ്റ് തിരിച്ചെടുത്തേ മതിയാവൂ. അയോഗ്യനാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പീൽ പോയാൽ സ്റ്റേ അനുവദിക്കുകയാണെങ്കിൽ മാത്രമേ MLA സ്ഥാനം തുടരാൻ കഴിയൂ. പക്ഷെ അതും വളരെ വിദൂരമായ സാധ്യതയാണ് കാണുന്നത്. CPM ഈ സീറ്റ് ഈ ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്ന് തിരിച്ചെടുക്കാൻ പോവുകയാണോ? അങ്ങനെ തിരിച്ചെടുക്കുന്നതിനോട് ആന്റണി രാജുവിന്റെ അഭിപ്രായം എന്താണ്? മറ്റൊരു നേതാവിനെ കൂടി, കാര്യം ഇനിയിപ്പോൾ ആ പാർട്ടി തന്നെ ഇല്ലാതായിരിക്കുന്നു. ഫ്രാൻസിസ് ജോർജ് പോയി, മറ്റൊരു നേതാവ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ആന്റണി രാജുവും പോയി. ഇപ്പോൾ ആ പാർട്ടി ഇല്ലാതായിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ആ സീറ്റ് ഇവിടെ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതല്ലേ CPM ഇപ്പോൾ ചിന്തിക്കുന്നത്. CPM തിരിച്ചെടുക്കുമോ സീറ്റ്? അരുൺകുമാർ, തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് തിരിച്ചെടുക്കുക എന്ന ചർച്ച CPIMനകത്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം ജനാധിപത്യ കേരള കോൺഗ്രസിന് ആന്റണി രാജു അല്ലാതെ ഒരു സ്റ്റേറ്റ് ലെവൽ ആ തരത്തിലൊരു ഫിഗർ പിന്നെയുള്ളത് ഡോക്ടർ KC ജോസഫാണ്. പക്ഷെ അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് ആ തരത്തിൽ എന്തെങ്കിലും സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നേതാവല്ല. അതുകൊണ്ട് CPIM ആ സീറ്റ് ഏറ്റെടുത്ത് മത്സരിച്ചാൽ നിലനിർത്താൻ കഴിയും എന്നാണ് അവർ കരുതുന്നത്. അത്തരം പ്രാഥമിക കമ്മ്യൂണിക്കേഷൻ ആന്റണി രാജുവുമായി പോയിട്ടുമുണ്ട്. പക്ഷേ ആന്റണി രാജു CPIMന് മുന്നിൽ വെച്ച ഉപാധി ആ സീറ്റ് ജനാധിപത്യ കേരള കോൺഗ്രസിന് തന്നെ നൽകണം. കാരണം കേരളത്തിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് മത്സരിക്കുന്ന ഏക സീറ്റാണ് ഈ തിരുവനന്തപുരം സെൻട്രൽ. അവിടെ തനിക്ക് പകരക്കാരനായി സ്ഥാനാർത്ഥിയെ നിർത്താൻ പാർട്ടിക്ക് കഴിയും. പൊതുസമ്മതനായ CPIMന് കൂടി താല്പര്യമുള്ള ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ മത്സരിപ്പിക്കാൻ കഴിയും എന്ന നിലപാടാണ് ആന്റണി രാജു CPIM നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പൊതുസ്വതന്ത്രനെ നിർത്താം, CPIMന് താല്പര്യമുള്ള ആളെ നിർത്താം. പക്ഷേ ആ സീറ്റ് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ തന്നെ നൽകണം എന്ന ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒപ്പം ആന്റണി രാജുവിന്റെ മനസ്സിൽ മറ്റൊരാഗ്രഹമുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ മേൽക്കോടതിയിൽ നിന്ന് നിലവിലെ കീഴ്ക്കോടതി വിധിക്ക് സ്റ്റേ ലഭിക്കുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയും എന്ന ആഗ്രഹം, ഞാൻ മത്സരിക്കാൻ തയ്യാറാണ് പക്ഷെ അതിന് മുന്നണി അനുവദിക്കണം എന്ന ആഗ്രഹം ചില CPM നേതാക്കളോട് ആന്റണി രാജു പങ്കുവച്ചിട്ടുമുണ്ട്. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് ഇനി ഹൈക്കോടതിയിലേക്കും മറ്റും കേസ് പോകുമ്പോൾ അവിടെ ഇനിയൊരു അന്തിമ വിധി വരാൻ വർഷങ്ങളെടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ മത്സരിച്ച് MLA ആയി കഴിഞ്ഞാൽ ഈ അടുത്ത 5 വർഷ കാലയളവിനിടയിൽ ഒരു വിധി വന്ന് ആ വിധി തനിക്കെതിരായി അത് പാർട്ടിക്കും മുന്നണിക്കും ഒരു തലവേദനയാകുന്ന ഒരു സംഭവം ഉണ്ടാവില്ല എന്ന ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത്തരമൊരു ആലോചനകളിലേക്ക് പോലും CPIMോ LDFോ പോകില്ല എന്നാണ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് ആന്റണി രാജു ഇനി മത്സര രംഗത്തേക്ക് നിയമം അനുവദിക്കുകയാണെങ്കിൽ പോലും ഉണ്ടാവില്ല എന്ന് വ്യക്തമാവുകയാണ്. ആ സീറ്റ് CPIM ഏറ്റെടുക്കുമോ അതോ ആന്റണി രാജു ആഗ്രഹിക്കുന്നത് പോലെ ജനാധിപത്യ കേരള കോൺഗ്രസിന് വീണ്ടും നൽകുമോ എന്നത് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ. ഡോക്ടർ റഹീസ് റഷീദ്, ഞാൻ ഒന്ന് റോഷിപാലിലേക്ക് കൂടി പോകുന്നു. റോഷിപാൽ, തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് UDFനെ സംബന്ധിച്ചത്ര കിട്ടാക്കനിയൊന്നുമല്ല. അവിടെ ആന്റണി രാജുവിനെ പണ്ട് VS അച്യുതാനന്ദൻ ഇരിക്കുന്ന സമയത്ത് മത്സരിപ്പിക്കുന്നില്ല എന്നൊരു തീരുമാനമൊക്കെ എടുത്തിരുന്നു. പക്ഷേ ആന്റണി രാജു അന്നൊന്നും പ്രതി മാത്രമായിരുന്നു, ശിക്ഷിക്കപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ ശിക്ഷിക്കപ്പെട്ട് ഏറെ പരിഹാസ്യനാക്കപ്പെട്ട് നിൽക്കുകയാണ് ആന്റണി രാജു. ആന്റണി രാജു ഇനി കോടതിയിൽ പോയി അപ്പീൽ ഒരു സ്റ്റേ ഒക്കെ വാങ്ങി തിരിച്ചു വന്നാൽ പോലും ആന്റണി രാജു ഈ കേസിന്റെ മറവിൽ UDF ശക്തമായ ആക്രമണം നടത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ സീറ്റ് തിരിച്ചുപിടിക്കുക എന്നതാണ് UDFന്റെ ഒരു ശ്രമം. ഇപ്പോൾ ഈ കേസ് കൂടി ആന്റണി രാജുവിന് തിരിച്ചടിയായ സാഹചര്യത്തിൽ UDFന് വലിയ വിജയപ്രതീക്ഷയുണ്ടോ? ശിവകുമാർ, ശബരിനാഥ്, ഈ പേരുകളാണോ UDF പരിഗണിക്കുന്നത്? അരുൺകുമാർ, തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം ഈ തവണ തിരിച്ചുപിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത്. തിരുവനന്തപുരത്ത് ഈ ആന്റണി രാജുവിന്
ഉണ്ടായി കേസ്, തൊണ്ടി മുതൽ കേസ് രാഷ്ട്രീയ ആയുധമാക്കി തന്നെയാകും മണ്ഡലത്തിലെ പ്രചാരണം ശക്തമാക്കുക. അതിനപ്പുറത്തേക്ക് മണ്ഡലത്തിൽ കാര്യമായ പ്രവർത്തനങ്ങളൊന്നും ആന്റണി രാജുവിന് നടത്താൻ സാധിച്ചില്ല എന്ന ഒരു വിലയിരുത്തൽ കൂടി UDF-നുണ്ട്. അതുകൊണ്ട് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനുള്ള തീരുമാനമാണ്. ഏതായാലും തിരുവനന്തപുരത്ത് UDF മേയർ സ്ഥാനാർത്ഥിയായി കളത്തിലിറക്കിയ KS ശബരിനാഥൻ, ഒപ്പം നേരത്തെ മത്സരിച്ച സെൻട്രൽ മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ട VS ശിവകുമാർ, മുൻ മന്ത്രി കൂടിയാണ്. അങ്ങനെ 2 പേരുകളാണ് ഇപ്പോൾ മണ്ഡലത്തിലേക്ക് പരിഗണിക്കപ്പെടുന്നത്. അതല്ലാതെ ഒരു മുതിർന്ന നേതാവ് കൂടി വരണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഏതായാലും വിജയസാധ്യത മാത്രം മാനദണ്ഡമായിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കി മണ്ഡലം പിടിച്ചെടുക്കാൻ തന്നെയാണ് തീരുമാനം. നിലവിലെ സാഹചര്യത്തിൽ KS ശബരിനാഥനും VS ശിവകുമാറും തന്നെയാണ് മണ്ഡലത്തിൽ പരിഗണിക്കപ്പെടുന്നത്. അരുൺകുമാർ. താങ്ക് യു. അതേസമയം BJP ക്യാമ്പിൽ നിന്നുകൂടിയുള്ള വിവരമുണ്ട്. ഹരി ഉണ്ട് നമുക്കൊപ്പം. ഹരി, UDF ഇത്തവണ 2 സ്ഥാനാർത്ഥികളെ അവർ പരിഗണിക്കുന്നു സെൻട്രൽ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക്. തിരുവനന്തപുരം സെൻട്രലിലേക്ക് BJPയും കണ്ണുവയ്ക്കുന്നുണ്ട് അല്ലേ? നിലവിൽ ആന്റണി രാജുവിന് ഈ കേസ് തിരിച്ചടിയായ സാഹചര്യത്തിൽ വിജയിച്ച് കയറി വരാൻ പറ്റുന്ന മണ്ഡലമായിട്ട് തന്നെയാണ് തിരുവനന്തപുരം സെൻട്രലിനെയും കണക്കുകൂട്ടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലേക്ക് വോട്ടിംഗ് ശതമാനം BJPക്ക് കുറച്ച് കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും അരുൺ, ഈ 2011 ശേഷം ഗണ്യമായ രീതിയിലുള്ള ഒരു വോട്ട് വർധനവ് തിരുവനന്തപുരം സെൻട്രലിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെ BJP പ്രധാനമായിട്ടും കണ്ടുവയ്ക്കാനുള്ള ഒരു സാധ്യതയായിട്ട് കണക്കാക്കുന്നുണ്ട്. വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ അതൊരു 27% അടുത്ത വർഷം, അതായത് 2010ലേക്ക് എത്തിയപ്പോൾ ഉണ്ടാവുകയും 2020 വന്നപ്പോൾ സ്ഥാനാർത്ഥി മാറി, അതായത് ശ്രീശാന്ത് മാറി, പകരം കൃഷ്ണകുമാർ വരികയും ആ 27 തന്നെ പിടിച്ചു നിർത്താൻ കൃഷ്ണകുമാറിന് കഴിയുകയും ചെയ്ത ഒരു അവസ്ഥയുണ്ട്. മാത്രമല്ല ഇത്തവണ അതുപോലെയല്ല, തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കയ്യിലുണ്ട്. അത് മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചാരണത്തിന് ആണ് BJP ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. മാത്രമല്ല മേയർ VV രാജേഷ് തന്നെ ഈ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുമെന്നുള്ളത് കൂടിയാണ് ഇന്നലെ ഇപ്പോൾ ചേർന്ന കോർ കമ്മിറ്റിയിലൊക്കെ തന്നെ വലിയ രീതിയിൽ ധാരണയായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ തവണ അത്രത്തോളം വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ BJPക്ക് ഇനിയിപ്പോൾ കോർപ്പറേഷൻ ഭരണം കൂടിയുള്ള സ്ഥിതിക്ക് കൂടുതൽ വോട്ട് ശതമാനത്തിലേക്ക് കടക്കാൻ കഴിയും, അല്ലെങ്കിൽ കൂടുതൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ ഈ BJP സിറ്റി ജില്ലാ പ്രസിഡന്റ്, അതായത് തലസ്ഥാനത്ത് 43 വർഷമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പരിചയമുള്ള കരമന ജയനെ തന്നെ സജീവമായി പരിഗണനയ്ക്കെടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണസമിതിയിലൊക്കെ വളരെ സജീവമായി കേന്ദ്ര നോമിനി എന്നുള്ള നിലയിൽ വളരെ ആക്റ്റീവായി തിരുവനന്തപുരം നഗരത്തിൽ ആ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തി കൂടിയാണ് കരമന ജയൻ. രണ്ടാമതൊരു പേര് പരിഗണനയിലുള്ള നടൻ കൃഷ്ണകുമാർ ജിയാണ്. കാരണം കഴിഞ്ഞ തവണ 2021 മത്സരിച്ച വ്യക്തിയാണ്. 2016 വോട്ട് ശതമാനം അതേ നിലയിൽ തന്നെ പിടിച്ചു നിർത്താൻ കൃഷ്ണകുമാറിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ തീരമേഖലയിൽ, തീരപ്രദേശത്തൊക്കെ തന്നെ കൃഷ്ണകുമാറിന് വലിയ രീതിയിലുള്ള എതിർപ്പുകൾ, വിയോജിപ്പുകൾ ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഈ കരമന ജയന്റെ പേരിനോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്താൻ BJP നേതൃത്വത്തെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരം സെൻട്രൽ കേന്ദ്രീകരിച്ച് ജയൻ അടക്കമുള്ള ഒരു വിഭാഗം ആളുകൾ പ്രവർത്തനം വളരെ സജീവമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ തീരുമാനം, ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കേണ്ടതിന്റെ താമസം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഹരിയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരുവനന്തപുരം സെൻട്രൽ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇനി ആന്റണി രാജു ഒരുപക്ഷെ ജനവിധി തേടാനുള്ള സാധ്യതയില്ല. അപ്പീൽ പോയി സ്റ്റേ കിട്ടിയാൽ പോലും ഇടതുപക്ഷം ആന്റണി രാജുവിനെ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 സാധ്യതകളാണ്. ഒന്നുകിൽ ജനാധിപത്യ കേരള കോൺഗ്രസിന് ഇനിയും പുറത്തറിയാത്ത നേതാക്കൾ ആരെങ്കിലും